ഹൃദയാഘാതം മൂലമുണ്ടാകുന്ന മരണനിരക്ക് ഇന്ത്യയിലാകെ വർദ്ധിച്ചു വരികയാണ്. ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാതെ പോവുകയും ശരിയായ വൈദ്യസഹായം കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് ജീവൻ പോലും അപകടത്തിലാക്കും. നെഞ്ചുവേദനയാണ് ഹൃദയാഘാതത്തിന്റെ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങളിലൊന്ന്. എന്നാൽ പലരും നെഞ്ചുവേദനിക്കുന്നത് ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നമാണെന്ന് കരുതി നിസ്സാരമാക്കാറുണ്ട്. വലിയ രീതിയിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുമെങ്കിലും ഗ്യാസ് ട്രബിൾ അത്ര അപകടകാരിയല്ല. എന്നാൽ ഹൃദയാഘാതമാണെങ്കിൽ അതിന് കൃത്യമായ വൈദ്യസഹായം കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ജീവൻ വരെ നഷ്ടമായേക്കാം. നെഞ്ചുവേദനിക്കുന്നത് ഗ്യാസ് ട്രബിൾ ആണോ ഹൃദയാഘാതമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ഗ്യാസ് ട്രബിൾ മൂലമുണ്ടാകുന്ന വേദന ആമാശയത്തിന്റെ മുകൾ ഭാഗത്തും നെഞ്ചിന്റെ അടിഭാഗത്തുമായാണ് അനുഭവപ്പെടാറുള്ളത്. ശരീരം ചലിക്കുന്നതിനനുസരിച്ച് വേദനയുടെ സ്ഥാനം മാറി വരികയും ചെയ്യും. കൂടാതെ വയറുവീർക്കൽ, തികട്ടി വരിക തുടങ്ങിയവയും അനുഭവപ്പെടും. മലമൂത്ര വിസർജനം നടത്തുമ്പോഴോ ഗ്യാസ് പുറം തള്ളുമ്പോഴോ ഈ ലക്ഷണങ്ങൾക്ക് കുറവ് തോന്നുകയും ചെയ്യും. എന്നാൽ ഹൃദയാഘാതത്തിന്റെ ലക്ഷണം പലപ്പോഴും തീവ്രമായിരിക്കും. വേദന ഇടതുകൈ, താടിയെല്ല്, കഴുത്ത്, പുറം എന്നിവയിലേക്ക് നീങ്ങുകയും ചെയ്യും. ഈ വേദന ശരീരത്തിലുടനീളം അനുഭവപ്പെടും. എന്നാൽ ഗ്യാസ് ട്രബിളിന്റെ വേദന സാധാരണയായി ഏതാനും മിനിറ്റ് മുതൽ 2 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാം. ഈ വേദന ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും പിന്നെ ഇല്ലാതാവുകയും ചെയ്യും. ചിലരിൽ ഈ സമയത്ത് വയർ വല്ലാതെ വീർക്കുകയും ചെയ്യും. ഹൃദയാഘാതത്തിന്റെ വേദനയുടെ ദൈർഘ്യം 15 മുതൽ 20 മിനിറ്റിലും കൂടുതലായിരിക്കും. എന്നാൽ വിശ്രമിച്ചാലോ കുറെ നേരം നടന്നാലോ ഒന്നും വേദനയ്ക്ക് ആശ്വാസം തോന്നില്ല. വേദന സ്ഥിരമായി നിൽക്കുമെന്ന് മാത്രമല്ല, അതിന്റെ തീവ്രത കൂടുകയും ചെയ്യും. ഗ്യാസ് ട്രബിളിന്റെയും ഹൃദയാഘാതത്തിന്റെയും പ്രധാന ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വയറുവേദന, ദഹനക്കേട് എന്നിവയാണ് ഗ്യാസ് ട്രബിളിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഹൃദയാഘാതത്തിലാകട്ടെ കടുത്ത ശ്വാസതടസ്സം, അമിതമായി വിയർക്കുക, തലകറക്കം, ഓക്കാനം, ക്ഷീണം എന്നിവയും ഉണ്ടാകും. ചിലർക്ക് കൈകളിലോ കാലുകളിലോ ബലഹീനത അനുഭവപ്പെടാം. പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകൾക്ക് അസാധാരണമായ ക്ഷീണവും വയറുവേദനയും അനുഭവപ്പെടാം. നെഞ്ചുവേദന കൈയിലേക്കോ താടിയെല്ലിലേക്കോ നീങ്ങുകയും വിയർപ്പും ശ്വാസതടസ്സവും ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അടിയന്തര വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. ഗ്യാസ് ട്രബിളിന്റെ അസ്വസ്ഥത സാധാരണയായി ആരോഗ്യത്തിന് ഭീഷണിയാകാറില്ല. ഏമ്പക്കമിട്ട് കഴിഞ്ഞാൽ ചിലർക്ക് ആശ്വാസം ലഭിക്കും. എന്നാൽ നെഞ്ചുവേദന കഠിനമാവുകയും ഛർദി, പനി തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുകയുമാണെങ്കിൽ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. ഇത് ചിലപ്പോൾ ഗുരുതര ദഹന സംബന്ധ പ്രശ്നങ്ങളോ ഹൃദയ സംബന്ധമായ അസുഖമോ ആകാം. എന്തായാലും ചെറിയ അസ്വസ്ഥതകളുണ്ടെങ്കിൽ ഉടനെ വൈദ്യസഹായം തേടുന്നതാണ് നല്ലത്. സ്വയം ചികിത്സയും മറ്റും ജീവൻ അപകടത്തിലാക്കാൻ വരെ കാരണമായേക്കും.